നമസ്കാരം. നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സദ്യ സ്പെഷ്യലായിട്ട് കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി നാരങ്ങ കൊണ്ട് 2 തരത്തിലുള്ള അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ചുവന്ന അച്ചാറും വെളുത്ത അച്ചാറും. അമ്മയാണ് ഈ അച്ചാറുകൾ തയ്യാറാക്കുന്നത്. നമുക്കാദ്യം ചുവന്ന അച്ചാർ തയ്യാറാക്കാം. അതിനുവേണ്ടി 650 ഗ്രാം വരുന്ന ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങ ഒന്ന് ആവിയേറ്റിയെടുക്കണം. അതിനുവേണ്ടി ഈ നാരങ്ങ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇതൊരു വലിയ നാരങ്ങ ആയതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റെങ്കിലും ആവിയേറ്റണം. ഇതിപ്പോൾ 5-6 മിനിറ്റ് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ചൂടാറിയ ശേഷം നാരങ്ങയുടെ ഇരുവശവും ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം നാരങ്ങ ഇതുപോലെ മുറിച്ചെടുക്കണം. നാരങ്ങ വാങ്ങുമ്പോൾ ഇതുപോലെ പഴുത്ത മഞ്ഞ നിറമുള്ള നാരങ്ങ വേണം വാങ്ങാൻ. നാരങ്ങ പച്ച നിറമുള്ളതോ മൂക്കാത്തതോ ആണെങ്കിൽ അച്ചാറിന് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ പീസിൻ്റെ ഈ കുരുവും നടുവിലുള്ള ഈ വെളുത്ത ഭാഗവും കളയണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും അച്ചാറിന് കയ്പ്പ് വരും. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നാരങ്ങ മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അച്ചാറിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 കുടം വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കായം പൊടിച്ചത്, 2 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില. പിന്നെ ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ വിനാഗിരി, 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വട്ടത്തിൽ അരിഞ്ഞെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടൊന്ന് കുറഞ്ഞ ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കായം പൊടിച്ചതും കല്ലുപ്പും ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷം വിനാഗിരി ചേർക്കാം. ഇതിനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കി ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഈ ചട്ടിയുടെയും ഈ കൂട്ടിൻ്റെയും ചൂട് നന്നായിട്ട് ആറിയ ശേഷം നാരങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നാരങ്ങ ചേർക്കുമ്പോൾ ഈ ചട്ടിയുടെയും ഈ കൂട്ടിൻ്റെയും ചൂട് നല്ലപോലെ ആറിയിട്ടില്ലെങ്കിൽ അച്ചാറിന് കയ്പ്പ് വരും. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ അച്ചാർ 2-3 ദിവസം കഴിഞ്ഞ് നാരങ്ങയുടെ പുളിയെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിനി ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അച്ചാർ പെട്ടെന്ന് കേടൊന്നും വരില്ല. ഇപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി എടുത്ത് വയ്ക്കാം. ഈ അച്ചാർ സദ്യക്ക് ഒരാഴ്ച മുമ്പ് തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ഉപ്പും പുളിയെല്ലാം നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടുകപ്പുളി നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി വെളുത്ത അച്ചാർ തയ്യാറാക്കാം. ഇതിനായി എടുത്തിരിക്കുന്നത് 350 ഗ്രാം കരുനാരങ്ങയാണ്. ഇത് ചുമന്ന നാരങ്ങ അച്ചാറിൻ്റെ പോലെ വാട്ടിയല്ല കേട്ടോ ചെയ്യുന്നത്. പച്ചയ്ക്ക് അരിഞ്ഞെടുത്തതാണ്. അരിയുന്ന രീതിയെല്ലാം അതുപോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തരം കാന്താരിമുളകാണ്. ഒരു കൈപ്പിടി മുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടി കളഞ്ഞ് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ ശേഷം നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതിന് പകരം പച്ചമുളകോ നാടൻ മുളകോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കല്ലുപ്പും 1 ടേബിൾ സ്പൂൺ കായം പൊടിച്ചതും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം നാരങ്ങയുടെ ലെവലിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം.
ഇവിടെ ഇപ്പോൾ ഏകദേശം 200 ml ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ വെളുത്ത നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇതും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. 6 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാം. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലാസ് ബോട്ടിലിലോ അച്ചാർ ഉണ്ടാക്കുന്ന പാത്രത്തിലോ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് ഞെരടി ഉപയോഗിക്കാം. ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കപ്പയ്ക്കും കഞ്ഞിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ 2 അച്ചാറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു. എല്ലാവരും ഈ അച്ചാറുകൾ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.